നമ്മളെങ്ങോട്ടാ പോണേ? ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിതാ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറഞ്ഞ് നേരെ വിടുന്നത് നമ്മൾ ട്രെയിനിൽ നമ്മൾ ഡൽഹിയിലേക്കാണ്. ഡൽഹിയിൽ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, അതാണ് നമ്മളെ മണാലി. അപ്പം നമ്മൾ മണാലി ട്രിപ്പ് ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം എങ്ങനെയാണ് നമ്മൾ വേദൂസിനെയും കൊണ്ട് 2 നൈറ്റും ഒരു ഡേ ഫുള്ളും നമ്മൾ ട്രെയിനിൽ ചിലവഴിച്ചെന്നുള്ള ആ സംഭവബഹുലമായ ആ ഒരു യാത്രയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ട്രെയിനെത്തി, ട്രെയിനിൽ കയറിയിട്ടുള്ള ബാക്കി കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളിതാ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. അപ്പം വേദ് ഫുൾ ഹാപ്പി ആയിരുന്നേ. ട്രെയിനിൽ കയറിയപ്പോൾ മൊത്തം ആൾ ഫുൾ ഹാപ്പി ആയിരുന്നു. പക്ഷേ ഈ ഒരു ഹാപ്പിനെസ് ഡൽഹി എത്തുമ്പോൾ ഉണ്ടായിരുന്നില്ലായിരുന്നു. ആൾ കുറച്ച് സൈഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഓപ്പോസിറ്റ് 2 മലയാളികൾ ഉണ്ടായിരുന്നേ. അപ്പം വേദുവിനെ കളിപ്പിക്കാൻ വേണ്ടി കളിച്ചതിൽ അവൻ്റെ സൂപ്പർമാൻ്റെ കൈയും കാലും ഒക്കെ ഒന്ന് ഒടിഞ്ഞു പോയി. പിന്നെ അവർക്ക് ഇതാ 8ൻ്റെ പണി കിട്ടി. അത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാറി മാറി ഓരോരുത്തരായി ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിതാ ഓരോ സ്നാക്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ വേദൂസിൻ്റെ ബാഗ് തുറന്നപ്പം കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഇതാണ്. ഒരു ലോഡ് ടോയ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇവൻ എപ്പം പെറുക്കിയിട്ടു എന്ന് എനിക്കറിയില്ല. ട്രെയിനിൽ നിന്ന് നിരത്തുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാനും ഏട്ടനും ഇതൊക്കെ കാണുന്നത് കേട്ടോ. കഴിഞ്ഞില്ലേ? പിന്നെന്തൊക്കെയാണ്? ഞാൻ ചിലപ്പോ നോക്കുമ്പോഴേ പ്രീമിയത്തിൽ നോക്കുവോ ചോദിച്ചു. വെയിറ്റ് ലിസ്റ്റോ കാര്യങ്ങളൊക്കെ വേറുണ്ട്. പ്രീമിയം തൽക്കാലത്തൊക്കെ എടുത്തിട്ട് ആളേച്ച് പോകുന്നുണ്ട് ഞാൻ. പ്രീമിയം തൽക്കാലത്ത് വേറെ ചെയ്യുന്നുണ്ട്. ചിലപ്പം കൺഫേം ആണായിട്ട് ഓരോ നിങ്ങള് ഇങ്ങനെ എടുത്തതാണ്. ഏത് നിലമ്പൂർ രാജധാനി. രാത്രി നമ്മളിതാ വേദൂസിന് ഫുഡ് കൊടുക്കുന്ന രംഗാട്ടോ ഇത്. ആൾ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. വായിൽ ചോറ് വെച്ചാൽ ഇങ്ങനെ ഒരു 20 മിനിറ്റ് 10 മിനിറ്റ് വായിലിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചെടുക്കും. നമ്മളിങ്ങനെ കുത്തി കൊടുക്കണം കവിളിൽ. അപ്പോഴാണ് അത് ചവയ്ക്കണം എന്നുള്ള ഓർമ്മ ആൾക്ക് വരുന്നത് കേട്ടോ. എന്തൊക്കെയുള്ളത് കാണിച്ചു തരാം. ചിക്കൻ പൊരിച്ചതുണ്ട്, ബീട്രൂട്ട് ഉപ്പേരി, പിന്നെ ചിക്കൻ കറി ഉണ്ട്. നമുക്ക് അമ്മ കൊടുത്തു വിട്ടതാട്ടോ. പക്ഷെ നമ്മൾ ചിക്കൻ കറി കുറച്ച് കുഞ്ഞിപ്പോയി. വേഗമൊക്കെ ഒന്ന് കഴുകി വെച്ചത് എന്തിനൊക്കെ ചിക്കൻ കറി ഉറങ്ങിക്കൊണ്ടിടും. ഉറക്കൊന്നുമില്ല. എങ്ങോട്ടാ പോണത്? ഡൽഹിയിലേക്കാ? എന്നിട്ട് അവിടെ അങ്ങോട്ട് പോകും. എൻ്റെ മോനെ ഗുഡ് മോർണിംഗ് ഗൈസ്. നല്ല തണുപ്പാണ്. രാവിലെ ആയിരിക്കാണ്. നമ്മളെന്താ കഴിഞ്ഞ മോന് ബ്രെഡും ജാമും മാത്രമേ തിന്നുന്നില്ല. ജാമുണ്ടാണ് ബ്രെഡും ജാമും. ഏട്ടൻ പിടിച്ചു മാത്രം തിന്നല്ലേ? പപ്പയ്ക്ക് എന്നാളാ തേക്കൂര. ഇതെന്തൊരു കുട്ടിയാണ് ഇത്. കുറച്ച് ആൾക്കാർ പള്ളി വെച്ചിട്ടല്ലേ കഴിക്കുന്നത്. ഏത് അമ്മേനൊന്ന് വരക്കി വരക്കിപ്പോ വരയ്ക്കൂ. ആ എനിക്കറിയില്ല മോനെ.
उपमा सीरा कांदा पोहा देख भाई 60 रुपए 70 रुपए है चाहिए तो बोलो क्या बात है बोल जल्दी 70 रुपए ഞാന് വടാപ്പാവ് ഞാൻ വന്നില്ല അലമ്പാക്കല്ലേ പരക്കട്ടെ നോക്കട്ടെ. വാവ്, ഇതെന്താ വേദു? ആനക്കുട്ടി ഇതെന്താ വേദു? യു, പൂച്ചക്കള്ളൻ ഇത് ഏത് വീട്ടിലെ പൂച്ചയെ പോലെ വല്ലാത്ത പൂച്ച. ഞങ്ങള് വേറെ കേറി ഇരിക്കൊന്ന്. ഏട്ടന്റെ കാല്. പപ്പ ഒരു സകലകലാ വല്ലഭൻ തന്നെ. അപ്പൊ ഒന്ന് വരച്ചു വെച്ച ഒരു മിനിറ്റ്. ഈ കഴിവൊക്കെ എവിടെയായിരുന്നു പപ്പേന്റെ? സൂര്യൻ ഉദിച്ചു വരികയാണ്. ഇതെന്ത് സാധനം? മുന്നിൽ പിടിക്കാൻ വരിക എലി. എന്നിട്ടോ അപ്പൊ ഇവിടെ 3 സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്ഥലങ്ങളുണ്ട്. എന്നിട്ട് സ്റ്റാർ കുറച്ച് സ്റ്റാർ രാവിലെ ഉച്ചയ്ക്കൊക്കെ ആയിട്ട് നമ്മൾ സ്നാക്സും ബ്രെഡും ജാമും ഒക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഉച്ചയായപ്പം കാര്യമായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പോൾ എന്തെങ്കിലും വാങ്ങിയേ പറ്റൂ. എന്ത് വാങ്ങുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു എഗ്ഗ് ബിരിയാണി വാങ്ങാമെന്ന്. അപ്പോൾ ഏട്ടൻ മുമ്പ് പോയപ്പം എഗ്ഗ് ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ 2 എഗ്ഗ് ബിരിയാണി വാങ്ങി. അപ്പം സത്യം പറയാലോ വായിൽ വെക്കാൻ കൊള്ളില്ലായിരുന്നു. പിന്നെ വിശക്കുമ്പോൾ അത് കഴിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. നല്ല എരിവായിരുന്നു. മോന് കഴിക്കാൻ പറ്റൂലായിരുന്നു കേട്ടോ, എരിവുണ്ടായിരുന്നുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ അവൻ എന്ത് വാങ്ങുമെന്ന് ഇങ്ങനെ നോക്കിയപ്പം ഏട്ടൻ ഓടിപ്പോയി എന്താ ഈ സംഭവമില്ലേ താളി, ആ ഒരു സംഭവം വാങ്ങിയിട്ടോ. അപ്പോൾ അതിൻ്റെ കറികളൊന്നും അവൻ കൂട്ടിയിട്ടില്ല. അവന് ഇതിൻ്റെ റൈസും നമ്മുടെ എഗ്ഗ് ബിരിയാണീൻ്റെ എഗ്ഗും മാത്രം കൂട്ടിയാട്ടോ അവൻ കഴിച്ചത് ഉച്ചയ്ക്ക്. അപ്പം എത്രത്തോളം ഹൈജീനാണെന്ന് ചോദിച്ചാൽ ഹൈജീനൊന്നും അല്ലാന്ന് നമുക്കറിയാം. പിന്നെ ഇത് വാങ്ങി കഴിക്കുകയല്ലാതെ നിവൃത്തിയില്ല. വിശക്കും പിന്നെ എന്തെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ നമ്മളത് വാങ്ങി കഴിച്ചു. പിന്നെ നൈറ്റ് നമ്മൾ പിന്നെ വേറെ ഒന്നും നമ്മൾ ട്രെയിനിൽ നിന്നൊന്നും വാങ്ങാൻ നിന്നില്ല കേട്ടോ. ഈ ബടാപ്പാവോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്, എന്തൊക്കെയോ കൊണ്ടുവരുന്നുണ്ട്, നമ്മളൊന്നും വാങ്ങിയില്ല കേട്ടോ. പിന്നെ നൈറ്റും നമ്മൾ ബ്രെഡും ജാമും കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, അതുതന്നെ കേട്ടോ നമ്മൾ നൈറ്റും കഴിച്ചത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രെയിനിൽ ഫുഡ് കഴിച്ചത്. വേറെ ഒന്നും നമ്മൾ വാങ്ങാൻ നിന്നില്ല. അപ്പം ട്രെയിനിൽ പോകുന്നവർ അധികം മാക്സിമം നമ്മൾ കയ്യിൽ എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങളൊക്കെ വെച്ച് പോവുക. അത് മാക്സിമം കഴിക്കാൻ ശ്രമിക്കുക, ഒന്നും പുറത്തുനിന്ന് വാങ്ങാതിരിക്കുക. ഒരു സംഭവമാണ് ഇത്. മധുരമുള്ള ഒരു സാധനം വെച്ചാണ്. മധുരമുള്ള സാധനം സംഭവം നമുക്കറിയില്ല. എനിക്കിങ്ങനെ പുറത്തെ കാഴ്ചകൾ ഇങ്ങനെ ആസ്വദിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ട്രിപ്പ് പോവുക, പുറത്തേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ കാഴ്ചകൾ ആസ്വദിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ തണുപ്പടിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചു കിടക്കാമെന്ന്. അങ്ങനെ പിന്നെ ഞാൻ മിഡിലായിരുന്നു. ഞാൻ മിഡിലിൽ കയറി കിടന്നു, ഏണ്ണും മോനും താഴെയും കിടന്നു. പിന്നെ എണീച്ചപ്പോൾ നമുക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ എണീച്ച് നുറുക്കുണ്ടായിരുന്നു, ചിപ്സ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തൊരു ഹിന്ദിക്കാരനുണ്ടായിരുന്നു. അപ്പോൾ ചിപ്സൊക്കെ അവന് കൊടുത്തു. കേരള സ്പെഷ്യലാന്ന് പറഞ്ഞാൽ അവനും ഷെയർ ചെയ്തു. ട്രെയിനിൽ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു നമുക്കൊന്ന് പുറത്തിറങ്ങി നോക്കിയാലോ. അങ്ങനെ ഏതോ ഒരു സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയപ്പോൾ ഞാനും എണ്ണും മൂന്നും പാടെ പുറത്തിറങ്ങിയതേ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടോ. പിന്നെ മൂവ് ചെയ്ത ട്രെയിനിൽ നമ്മൾ ഓടി കയറിയതാണ് നമ്മൾ 3 ആളും പാടെ. അങ്ങനെ നമ്മുടെ യാത്ര ഇതാ നമ്മൾ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. ഡൽഹി നിസാമുദ്ദീനാണ് ഇറങ്ങുന്നത്. അപ്പം നിസാമുദ്ദീൻ എത്തിപ്പോയിക്കും നമ്മളെ വേദൂസിന് ചെറുതായിട്ടൊന്ന്
കോൾഡ് പിടിച്ചിട്ടുണ്ട്, ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മരുന്നൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അങ്ങനെ നമ്മളിതാ പുറത്തിറങ്ങി, പെട്ടിയും കിടക്കൊക്കെ ആയിട്ട് പുറത്തിറങ്ങി. അങ്ങനെ ട്രെയിനിൽ കുറേ മലയാളീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചപ്പം അവരെല്ലാവരും മണാലിക്കാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് മണാലിയിൽ നിന്ന് വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിറങ്ങി. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ശ്യാമേട്ടനെയാണ്. ഏട്ടൻ എയർഫോഴ്സിലാണ്, ഗുജറാത്തിലാണ് ഡ്യൂട്ടി എങ്കിലും എന്തോ ഒരു ആവശ്യത്തിന് ഡൽഹിയിൽ വന്നതായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എന്തോ ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം, നമുക്ക് എന്നെ മീറ്റ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഏട്ടൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. നമുക്ക് റൂം ഫ്രഷപ്പ് ആവാൻ വേണ്ടി റൂം എല്ലാം എയർഫോഴ്സ് സ്റ്റേഷൻ്റെ ഉള്ളിൽ ഏട്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ അങ്ങോട്ടാട്ടോ പോയത്. അപ്പം നമ്മളെ വിശേഷങ്ങളും യാത്രകളും ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്ത ഡൽഹി വ്ളോഗും മണാലി വ്ളോഗും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്.